അപ്പോൾ കൂടുതലായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോൾ എന്തുപറ്റും? അന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൽ 5 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഈഴവൻ പോലും ഇല്ലായിരുന്നു. 2 ഈഴവൻ അടക്കം താഴേക്ക് വരുന്ന അവർണരെ സർക്കാർ സർവീസിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഡോക്ടർ പൽപ്പു ലണ്ടനിലെല്ലാം പോയി പഠിച്ചിട്ടുള്ളതാണ്, ഡോക്ടറായിട്ടുള്ള പൽപ്പു. അദ്ദേഹത്തിന് തിരുവിതാംകൂർ സർവീസിൽ ഡോക്ടറായി കയറാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ബാംഗ്ലൂരാണ് പോയി അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഗുരുവിനെ സ്വാധീനിച്ചു. ഇനി അടുത്ത് വേണ്ടത് എന്താണ്? ആരാധനാ സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ ആ ഒരു ആത്മാഭിമാനം നമുക്ക് വന്നു, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന്, അവർണ സമൂഹത്തിനും വന്നു. ഇനി അടുത്ത് വേണ്ടത് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി വരട്ടെ, അതിലൂടെ നമ്മൾ പഠിക്കട്ടെ, നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ എന്താണ് വരുന്നത്? നമ്മുടെ ആത്മാഭിമാനം നമുക്ക് ഉയരും. അത് രീതിയിലുള്ള സർക്കാർ സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ജോലികളിലോ നമ്മുടെ ആൾക്കാർക്ക് പ്രവേശിക്കാൻ കഴിയും. അതിലൂടെ സ്വന്തം വ്യക്തിത്വത്തെ തന്നെ